പൊതുവായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയണം എന്നുള്ളതാണ് നമ്മൾ ലാസ്റ്റ് വീഡിയോസിൽ കണ്ടിരുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പൊതുവായിട്ടുള്ള കാര്യങ്ങൾ തന്നെ ഒരു സെന്റൻസിന്റെ ബിഗിനിങ്ങിൽ ഒരു സിംഗുലർ സബ്ജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ എങ്ങനെ പറയണം എന്നുള്ളതാണ്. സിംഗുലർ സബ്ജക്ട്സ് എന്ന് വെച്ചാൽ എന്തൊക്കെയാണ്? ലൈക്ക് ഹി, ഷീ, ഇറ്റ്, അല്ലെങ്കിൽ ഒരാളുടെ പേരാകാം. ഇപ്പൊ ക്ലാസ് എന്നുള്ളൊരു സിംഗുലർ സബ്ജക്റ്റ് ആണ്. ഒരാളുടെ പേര് മനു എന്നുള്ളൊരു സിംഗുലർ സബ്ജക്റ്റ് ആണ്. അപ്പം അതൊക്കെ ഒരു സെന്റൻസിന്റെ ബിഗിനിങ്ങിൽ വരുമ്പം എങ്ങനെ ഒരു സെന്റൻസ് കൺസ്ട്രക്ട് ചെയ്യണം, അതായത് ഈ യൂസുകൾ വെച്ചിട്ട് കോമൺ ഫാക്ട്സ്, ജനറൽ ട്രൂത്ത്സ്, ഹാബിറ്റ്സ്, ഇതൊക്കെ എങ്ങനെ പറയണം. ഐ ഹാവ് ഓൾറെഡി ഹിയർ ഗിവൻ സം എക്സാമ്പിൾസ്. അനു ഡസ് സ്റ്റഡി. ഇതിന്റെ മീനിങ് എന്ന് വെച്ചാൽ അനു പഠിക്കുന്നുണ്ട്. ഷീ ഡസ് വർക്ക്. അവൾ ജോലി ചെയ്യുന്നുണ്ട്. ഇറ്റ് ഡസ് റെയിൻ ഓഫൻ. ഇവിടെ ഇടയ്ക്കൊക്കെ മഴ പെയ്യാറുണ്ട്. സോ ഓൾ ദീസ് ആർ ജനറൽ ഇൻഫർമേഷൻ, പൊതുവായിട്ടുള്ള കാര്യങ്ങളാണ് അല്ലേ. ഇതിന്റെ എല്ലാം സെന്റൻസിന്റെ ഫസ്റ്റ് എന്നാണ് വന്നേക്കുന്നത്. ദർ ഈസ് എ സിംഗുലർ സബ്ജക്ട്. നമ്മൾ ലാസ്റ്റ് പറഞ്ഞു ഇംഗ്ലീഷിൽ ഒരു സെന്റൻസിന് അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത്. ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് എ സബ്ജക്ട്, അതിനുശേഷം ഒരു ഹെൽപ്പിംഗ് വേർബ് ഉണ്ടാവും. ദെൻ നമ്മൾ എന്ത് പ്രവൃത്തിയാണോ ചെയ്തത് ഒരു മെയിൻ വേർബും ഉണ്ടാവും. സോ സബ്ജക്ട് ഈസ് ഹിയർ ആൻഡ് ദെൻ ദ ഹെൽപ്പിംഗ് വേർബ് വി യൂസ് ഹിയർ ഈസ് ഡസ്. ഡസ് എന്നൊരു ഹെൽപ്പിംഗ് വേർബ് നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ എന്ത് പ്രവൃത്തിയാണോ ചെയ്യുന്നത് വേർബിന്റെ ഫസ്റ്റ് ഫോം ആഡ് ചെയ്താൽ എന്തായിട്ട് മാറും? പൊതുവായിട്ടുള്ള ഒരു കാര്യമായിട്ട് മാറും. ഈ സെയിം സെന്റൻസിനെ തന്നെ നമുക്ക് വേറൊരു രീതിയിലും എഴുതാൻ പറ്റും. ലൈക്ക് അനു ഡസ് സ്റ്റഡി, അതർവൈസ് വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് അനു സ്റ്റഡീസ്. അവൾ പഠിക്കുന്നുണ്ട്. ഷീ ഡസ് വർക്ക്, അതർവൈസ് യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് ഷീ വർക്ക്സ്. ഇറ്റ് ഡസ് റെയിൻ ഓഫൺ. നമുക്കതിനെ ഇറ്റ് റെയിൻസ് ഓഫൺ എന്ന് കൺവേർട്ട് ചെയ്യാം. ഇറ്റ് റെയിൻസ് ഓഫൺ ഹിയർ. സോ ഈ ഒരു വേർഡ് എങ്ങനെയാണ് വന്നത്? അതായത് ഈ ഡസിന്റെ കൂടെ വെർബിന്റെ ഫസ്റ്റ് ഫോം ആഡ് ആകുമ്പോൾ, ഡസിന്റെ കൂടെ വെർബിന്റെ ഫസ്റ്റ് ഫോം ആഡ് ചെയ്യുന്ന സമയത്ത് എന്താണ്? വെർബിന്റെ കൂടെ എസ് അല്ലെങ്കിൽ ഇ എസ് ആഡ് ആകും. അതായത് ഡസ് പ്ലസ് സ്റ്റഡി എന്ന് പറയുന്നത് എന്താണ്? സ്റ്റഡീസ് ആണ്. സോ ഈ സ്റ്റഡി എന്ന വെർബിന്റെ കൂടെ ഇ എസ് നമുക്കിവിടെ ആഡ് ആയി. വേറൊരു എക്സാമ്പിൾ നോക്കാം. വർക്ക് എന്ന വെർബിന്റെ കൂടെ ഡസ് ആഡ് ചെയ്യുമ്പം അതെന്തായിട്ട് മാറുന്നു? വർക്ക്സ് എന്ന് ആകുന്നു. സോ ഈ സെയിം സ്ട്രക്ചറിനെ തന്നെ നമുക്ക് ഇത് എങ്ങനെയും കൊടുക്കാം. സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് എസ് അല്ലെങ്കിൽ ഇ എസ്. നമ്മൾ എന്താണോ സബ്ജക്റ്റ് ആ സബ്ജക്റ്റ് ആദ്യം കൊടുക്കുക. അതിനുശേഷം നമ്മൾ എന്ത് പ്രവൃത്തിയാണോ ചെയ്തത് അതിന് കൂടെ എസ് അല്ലെങ്കിൽ ഇ എസ് ആഡ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അതെന്താവും? ഒരാളെ പറ്റി മാത്രമുള്ള ഒരു പൊതുവായിട്ടുള്ള ഒരു കാര്യമായിട്ട് മാറും. വേറെ ഒരു എക്സാമ്പിൾ നോക്കാം. ഇപ്പം അവൾ ഇംഗ്ലീഷ് സംസാരിക്കും. സോ യു ക്യാൻ സേ ഷീ ഡസ് സ്പീക്ക് ഇംഗ്ലീഷ്. സോ ഷീ ഈസ് ദ സബ്ജക്ട്. അതിനുശേഷം ഡസ് എന്നുള്ള ഹെൽപ്പിംഗ് വേർബ് കൊടുത്തു. ദെൻ സംസാരിക്കുക. അപ്പോൾ ഇതിൻ്റെ ഇംഗ്ലീഷ് വേർഡ് എന്താണ്? സ്പീക്ക്. സ്പീക്ക് എന്ന വേർബ് നമ്മളിവിടെ ആഡ് ചെയ്തു. ഓർ യു ക്യാൻ റൈറ്റ് ദി സെന്റൻസ് ആസ് ഷീ സ്പീക്സ്. സ്പീക്കിൻ്റെ കൂടെ നമ്മൾ എന്ത് ആഡ് ചെയ്യുന്നു? എസ് ആഡ് ചെയ്യുന്നു. ഷീ സ്പീക്സ് ഇംഗ്ലീഷ്. ഹീ ലൈക്സ് ഐസ്ക്രീം. ഹീ എന്നുള്ളത് സിംഗുലർ ആണ്. സോ ഹീ ലൈക്ക് എന്ന വെർബിന്റെ കൂടെ നമ്മൾ എന്ത് ആഡ് ചെയ്തു? എസ് ആഡ് ചെയ്തു. ഹീ ലൈക്സ് ഐസ്ക്രീം. സോ പൊതുവായിട്ടുള്ള ഒരു കാര്യം ഇംഗ്ലീഷിൽ പറയുന്ന സമയത്ത് ഒരു സെന്റൻസിന്റെ ഫസ്റ്റ് സിംഗുലർ സബ്ജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അതിനുശേഷം നമ്മൾ യൂസ് ചെയ്യുന്ന ഹെൽപ്പിംഗ് വേർബ് എന്താണ്? ഡസ് ആണ്. അതിനുശേഷം നമ്മൾ എന്ത് വെർബാണോ യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ ആഡ് ചെയ്യണം. ദെൻ അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയും പറയാം, സബ്ജക്റ്റിന് ശേഷം വെർബ് പ്ലസ് എസ് അല്ലെങ്കിൽ ഇ എസ് മാത്രം ആഡ് ചെയ്താലും മതി. അതൊരു പൊതുവായിട്ടുള്ള ഒരു കാര്യമായിട്ട് മാറും.